എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഫേസ് യോഗ അല്ലെങ്കിൽ ഫേസ് എക്സസൈസ് എന്നൊക്കെ പറയട്ടോ. നമ്മളെ ജോലൈന് ഒക്കെ ഒന്ന് ഷാർപ്പൻ ചെയ്യാൻ, ഡബിൾ ചിന്നിന്റെ ഷോക്ക് ഉള്ളവർക്ക് അതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടാനൊക്കെ ഉള്ള നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകളാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഭയങ്കര എഫക്റ്റീവാണ്. ഒരു 2-3 സ്റ്റെപ്പൊക്കെ ഉള്ളൂ. പക്ഷേ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 വീക്ക് നിങ്ങൾ കറക്റ്റായിട്ട് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും. ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉള്ളത് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടണമെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. ഒരു ദിവസം ചെയ്ത് പിറ്റേ ദിവസം അയ്യോ മടിയാണ്, പിന്നെ ഒരാഴ്ച എനിക്ക് ചെയ്യാൻ അങ്ങനെ പറ്റില്ല. ഡെയിലി ഇത് ചെയ്ത് നോക്കി, എന്നിട്ട് ഇതിന്റെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയോല് അടിയിൽ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് പ്ലീസ്. അത് വേറെയുള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പോൾ ഡബിൾ ചിന്നിന്റെ ഇഷ്യൂ മാറും, അല്ലെങ്കിൽ ചോളയിലൊക്കെ നല്ല ഷാർപ്പാവും. പിന്നെ നമ്മളെ ഇവിടെ കഴുത്തിന്റെ ഈ പോർഷനൊക്കെ നന്നായിട്ട് ഒന്ന് ഷേപ്പ് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. നമ്മളെ കഴുത്ത് നേരെ തന്നെ ഇങ്ങനെ സൈഡിലോട്ട് നോക്കും. കുറച്ച് നേരം നിൽക്കണം കേട്ടോ. പിന്നെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് വേണം അത് ചെയ്യാൻ. അങ്ങനെ കുറച്ച് നേരം നിൽക്കുക, എന്നിട്ട് വീണ്ടും പഴയ പോലെ ആവുക, വീണ്ടും അങ്ങനെ തന്നെ ചെയ്യുക, വീണ്ടും പഴയ പോലെ ആവുക. അങ്ങനെ കുറച്ച് വട്ടം ചെയ്യണം കേട്ടോ. ഞാൻ എങ്ങനെ ചെയ്യേണ്ടത് കാണിച്ചു തരാം. അതേപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തോട്ട് ഇത് 2-3 വട്ടമൊക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ കാണിച്ചു തരാനായിട്ട് കൂടുതൽ ടൈം ചെയ്യുന്നില്ല, കുറച്ച് സമയമേ ഉള്ളൂ. കുട്ടി ഉറങ്ങുന്ന ടൈമിലാണ് ഈ വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉണരുന്നതിന് മുന്നേക്ക് എല്ലാ വീഡിയോസും എടുത്ത് കഴിച്ചണം. അതുകൊണ്ടാണ് നിങ്ങൾ 2-3 വട്ടമൊക്കെ ചെയ്യുക. പിന്നെ ഈ ഒരു സൈഡിലോട്ട് അതുപോലെ ചെയ്യണം. ഈ ഒരു 2 നമ്മൾ ഈ സൈഡിലുള്ള ഫാറ്റൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമ്മളിപ്പോൾ സെന്ററിൽ ഉണ്ടല്ലോ, ഇവിടെ ചിലർക്ക് 3 ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പോർഷനിലുള്ള ഫാറ്റൊക്കെ പോയി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മുകൾക്ക് നോക്കുക, എന്നിട്ട് ചുമരിനെ കിസ് ചെയ്യുന്നതായിട്ട് ചെയ്യുക. അവിടെ എത്തണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ മാക്സിമം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യണം. അത് ചെയ്തുകൊണ്ടിരിക്കണം. അത് കുറേ വട്ടം ചെയ്യണം. അപ്പോൾ നമ്മളെ ഇവിടെയൊക്കെ നല്ല ഷേപ്പ് ആവാനും ഇവിടുത്തെ ഫാറ്റൊക്കെ പോകാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇന്നലെ ചെയ്യാൻ തുടങ്ങി. ഞാനിത് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കണേ, നമുക്കിത് കറക്റ്റ് ഷേപ്പായി വന്നതേനി. പിന്നെ ഞാനത് വീണ്ടും തിരക്കിൻ്റെ ഇടയിലൊക്കെ വിട്ടുപോയി. അപ്പോൾ എൻ്റെ വീണ്ടും കുറച്ചൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചിരിച്ചുമൊക്കെ കണ്ട ഇവിടെ ഒരു സംഭവമൊക്കെ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരു 1 വീക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കേട്ടോ. വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് തന്നെ വരും. നല്ല ഉള്ളവർക്കും അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റുവാണെങ്കിൽ അപ്പോൾ കമന്റ് ബോക്സിൽ ഇടട്ടെ, ചെയ്ത് നോക്കിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ചിരി വരുമൊക്കെ, കോമഡി ആയിട്ട് തോന്നിട്ടോ. പക്ഷേ ഇതൊക്കെ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കേട്ടോ. സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്ത് നോക്കാം. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഒരു 2-3-4 വട്ടമൊക്കെ ചെയ്യണം. കുറച്ച് ടൈമിന് ചെയ്യണം കേട്ടോ. ഇതൊക്കെ നല്ല റിസൾട്ട് കേട്ടോ. ഇവിടെ ഒക്കെ കറക്റ്റ് ഷേപ്പായി വരാനൊക്കെ നല്ലത്. നമുക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇവിടുത്തെ സ്കിൻ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ വലിയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നല്ല എഫക്റ്റീവാണ്.